ആദ്യമായിട്ട് ആ കുട്ടിയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ഇത്രയും ധൈര്യപൂർവ്വം മുമ്പോട്ട് വന്നത് പരാതി നൽകാൻ വന്നതിന് അതിന് വേണം ഒരു അഭിനന്ദനം പറയാനായിട്ട്. ഇതിനിയും ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല. ഒരു കാരണവശാലും ഇതുപോലത്തെ കാര്യങ്ങൾ അനുവദിക്കുന്നതല്ല. അങ്ങനെ അനുവദിക്കാൻ പറ്റത്തുമില്ല. ഈ ലഹരി ഉപയോഗം വളരെ വ്യാപകമായ രീതിയിൽ സിനിമാ രംഗത്ത് ഇപ്പം ഉണ്ടായിരിക്കുന്ന ഒരു പ്രവണതയാണ്. അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പൊ അതിനെതിരെ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും അതൊക്കെ നമ്മൾ എടുത്തിരിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട് ഇതിന്റെ കീഴിലുള്ള. ഇപ്പൊ ആ കുട്ടി ആദ്യം കംപ്ലൈന്റ് കൊടുക്കേണ്ട ആ സിനിമയ്ക്കകത്ത് എന്നുള്ള ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്കാണ്. ആ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് കൊടുത്തതിന് ശേഷം വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ. ആ കംപ്ലൈന്റ് കമ്മിറ്റി ഉടനെ കൂടും. ഞങ്ങൾ എന്തായാലും ഫിലിം ചേംബറിൽ തിങ്കളാഴ്ച ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അതിലും നമ്മളിത് ചർച്ച ചെയ്യും. ഈ നടനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുന്നുള്ളതിന് യാതൊരു സംശയവും. സുരേഷ് കുമാർ, ആദ്യമായിട്ടൊന്നും ആയിരിക്കില്ല ഇത്തരത്തിലുള്ള പരാതികൾ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പരാതിയായി പുറത്തു വരാനുള്ള ആ താമസം, അതാണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്. ഇത്തരം കാര്യങ്ങൾ പരമാവധി മേഖലയിൽ നിന്ന്, സിനിമാ മേഖലയിൽ നിന്നടക്കം മാറ്റി നിർത്തുന്നതിന് എന്തൊക്കെ നടപടികളുമായി മുന്നോട്ട് പോകാൻ പലതരത്തിലുള്ള പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സമഗ്രമായി നടന്നതാണ്. എന്നിട്ടും ഒരു കൃത്യമായ ഒരു നിലപാടുകളോ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യമോ ഇനിയും ഉണ്ടാകുന്നില്ല. പരാതി പറയുമ്പോൾ മാത്രമാണ് ഒരുപക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ലഹരി ഉപയോഗം വ്യാപകമായ രീതിയിൽ കൂടുന്നു എന്നുള്ളത് തന്നെ. അതിന് എക്സൈസും പോലീസും ഒക്കെ വളരെ ശക്തമായ രീതിയിലുള്ള റെയ്ഡും കാര്യങ്ങളും ഒക്കെ നടത്തേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞ സിനിമാ സെറ്റുകളിൽ ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, റെയ്ഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ ഇങ്ങനെയുള്ളത് കാര്യങ്ങൾ ഇനിയും നടക്കാൻ പാടില്ല. ഇത് കുറെ കാലമായി ഇവരൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് നമുക്ക് തന്നെ ഇതുണ്ട്. പക്ഷെ ഒരു ഇതോടുകൂടി തെളിവോടുകൂടി നമ്മുടെ കയ്യിൽ കിട്ടുക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതുപോലുള്ള ആൾക്കാര് പലരും ഉണ്ട്. പലർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. അത് ശക്തമായ രീതിയിൽ നടപടി എടുക്കും, യാതൊരു സംശയമില്ല. മാറ്റി നിർത്തേണ്ടവരെ മാറ്റി നിർത്തുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയില്ല. അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. തീർച്ചയായും ശ്രീ സുരേഷ് കുമാർ, ചിലരെയെങ്കിലും ഇക്കാര്യത്തിൽ തടയാൻ സാധിക്കുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതൊക്കെ അറിയാമെങ്കിൽ കൂടിയും അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കാനോ അല്ലെങ്കിൽ അത് ഒരു സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഈ ഒരു വിഷയം അവരുടെ പേര് പറഞ്ഞു തന്നെ കൊണ്ടുവരാനോ സാധിക്കുന്നില്ല എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അല്ല, അതുകൊണ്ടാണല്ലോ ഈ കുട്ടി ധൈര്യമായിട്ട് മുമ്പോട്ട് വന്ന് പറഞ്ഞത്. നമുക്ക് പരാതി കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും പരിശോധിച്ച് അതിന് വേണ്ട നടപടി എടുക്കും. അത് യാതൊരു സംശയമില്ല. അത് സിനിമാ ഇൻഡസ്ട്രി എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അക്കാര്യത്തിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ സംഘടനകൾക്കും ഉള്ളത്. അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതിനകത്ത് കർശനമായ നടപടികൾ ഉണ്ടാവും. മാറ്റി നിർത്തേണ്ടി മാറ്റി നിർത്താൻ അവരൊക്കെ വീട്ടിൽ പോയിരിക്കട്ടെ. ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം ഇതായിട്ട് വരട്ടെ. ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി ഇതൊക്കെ ശരിയാക്കിയിട്ട് പിന്നെ തിരിച്ചു വന്ന് മര്യാദക്കാരനായിട്ട് വരുമ്പോൾ നമുക്ക് ആലോചിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. ഏറ്റവും വലിയ കഷ്ടം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ 5-6 പടങ്ങൾ നേരത്തെ അഡ്വാൻസ് വാങ്ങിച്ച് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രൊഡ്യൂസർമാരുടെ 4 പടങ്ങൾ എങ്ങാണ്ട് ഈ നടന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലത്തായിട്ട്. അവരൊക്കെ കഷ്ടത്തിലാവും. അതാണ് ഏറ്റവും വലിയ സങ്കടം. തീർച്ചയായും അതുതന്നെയാണ്. ഇവരൊക്കെ ഈ അഡ്വാൻസ് വാങ്ങി ഫിലിമൊക്കെ ചെയ്യാനിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നേരെ ഡയറക്റ്റായിട്ടുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങുമ്പോൾ അത് മറ്റുള്ളവരെയും ഏത് രീതിയിൽ ബാധിക്കും എന്നതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കും. അതിന് ഞങ്ങൾ തിങ്കളാഴ്ച ഫിലിം ചേംബറിന് മീറ്റിംഗ് കൂടുന്നുണ്ട്. അവിടെ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ്, അടിയന്തര മീറ്റിംഗ് നമ്മൾ തിങ്കളാഴ്ച വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളിത് ചർച്ച ചെയ്യും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങൾ ഇപ്പൊ പോലീസ് തീരുമാനിക്കും എന്തൊക്കെയാണെന്ന്. ഈ കുട്ടി IC-യിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. IC-യുടെ ഇത് കംപ്ലൈന്റ് കൊടുത്ത് ആ IC എടുക്കുന്ന തീരുമാനം എന്താണെന്നുള്ള മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ. ഇത് പോഷ് ആക്ട് പ്രകാരം നമ്മൾ രൂപീകരിച്ച IC-യാണ്. 2013 ഉള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം ഉണ്ടായിരുന്ന പോഷ് ആക്ട് പാർലമെന്റ് പാസ്സാക്കിയാണ്. അതിന്റെ പേരിൽ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞങ്ങളിപ്പോ ഓരോ സെറ്റിലും IC രൂപീകരിച്ചത്. എല്ലാ സെറ്റിലും IC രൂപീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ അപ്പൊ അവിടെ കംപ്ലൈന്റ് ചെയ്യാം. വിൻസി അന്ന് അവിടെ കംപ്ലൈന്റ് ചെയ്യുന്നില്ല. പിന്നാണ് ആ കുട്ടിക്ക് തോന്നിയത് കംപ്ലൈന്റ് ചെയ്യണമെന്ന്. അത് ഈ പടം തീരുന്നവരെ IC നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കംപ്ലൈന്റ് ചെയ്ത് ഈ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്തായാലും നടപടികൾ വളരെ ശക്തമായ രീതിയിലുണ്ടാവും, യാതൊരു സംശയവും.
തീർച്ചയായും ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നവർ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനെ തടയാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സമാനമായ ഇതുമായി ബന്ധപ്പെട്ട ചില സിനിമകളിലെങ്കിലും ഇതിൻ്റെയൊക്കെ ഉപയോഗവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ചില സീനുകളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെയൊന്നും നമുക്ക് ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായും മാറ്റി നിർത്താനോ, അതൊക്കെ കഥയുടെ ഭാഗമാണ് എന്ന രീതിയിൽ തന്നെ അത് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് കാണുമ്പോൾ സ്വാഭാവികമായും അത് ഉപയോഗിക്കുന്ന നടന്മാരെ ബാൻ ചെയ്യുന്നു. എന്നാൽ അത്തരം ത്രെഡുകളുള്ള കഥകൾ ഒരുപക്ഷെ സ്ക്രീനിൽ വരുന്നു. അതിലൊരു പരസ്പര വൈരുദ്ധ്യം തോന്നുന്നില്ലേ? അല്ലല്ല, തീർച്ചയായിട്ടും അങ്ങനെയുള്ള സീൻസും നമ്മൾ സിനിമയിൽ നിന്ന് കുറയ്ക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത് പിന്നെ സിനിമയാണ്. സിനിമയിൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പലതും കാണിക്കേണ്ടി വരും. അപ്പോൾ അതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അമിതമായ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നതൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥിനികളും ഒക്കെ അതിലോട്ട് ഒരു അട്രാക്റ്റഡ് ആയി പോകുന്നുണ്ട് പലരും. ഇപ്പൊ പണ്ട് സിനിമയിൽ സിഗരറ്റ് വലിക്കുന്നത് ഇപ്പം നിരോധിച്ചിരിക്കുകയാണ്. സിനിമയിൽ സിഗരറ്റ് വലിയുടെ സീനോ ഇതോ ഒന്നും കാണിക്കാൻ പാടില്ല. അപ്പൊ ഇതുപോലെ ലഹരി ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് ചെയ്യേണ്ട ഒരു രീതി അതിക്രമിച്ചിരിക്കുകയാണ്. അതെന്തായാലും ചെയ്തേ പറ്റൂ. അതിപ്പം നമ്മൾ എടുക്കേണ്ട തീരുമാനമല്ല, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസർ എടുക്കേണ്ടതാണ്. അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റും അതിന് തീരുമാനം എടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനൊക്കത്തുള്ളൂ. നമ്മളായിട്ടിത് വോളണ്ടറി ആയിട്ട് ഇത് ഒഴിവാക്കാം എന്നുള്ളതേ നമ്മളെ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. വളരെയധികം നന്ദി ശ്രീ സുരേഷ് കുമാർ ഈ ഒരു സാഹചര്യത്തിൽ പ്രതികരിച്ചതിന്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസ് പറഞ്ഞത് നടൻ ഷൈൻ ടോം ചാക്കോയെക്കുറിച്ചാണ്.